കൗമാര കാലഘട്ടം മുതലാണ് ഒരാൾക്ക് മറ്റൊരാളോട് സ്നേഹവും ഇഷ്ടവും പ്രണയവും ഒക്കെ തോന്നുന്നത്. എന്നാൽ നിങ്ങൾക്ക് തോന്നുന്ന ആ സ്നേഹം, ഇഷ്ടം, പ്രണയം അതൊക്കെ യാഥാർത്ഥ്യമാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? ഞാൻ ജമീല, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ, ഒബ്സർവ് ചെയ്താൽ നമുക്ക് മറ്റുള്ളവരോടുള്ള സ്നേഹവും ഇഷ്ടവും പ്രണയവും ഒക്കെ യാഥാർത്ഥ്യമാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ പ്രണയിക്കുന്ന ആൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് അസ്വസ്ഥതകളും വിഷമങ്ങളും ഉണ്ടാകുന്നുവെങ്കിൽ നിങ്ങൾ അയാളോട് യഥാർത്ഥ പ്രണയമായിരിക്കും. നിങ്ങൾ പ്രണയിക്കുന്ന ആൾ സങ്കടപ്പെടുകയും വിഷമിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ, നിങ്ങൾക്ക് വിഷമങ്ങളും സങ്കടങ്ങളും ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ പ്രണയം യാഥാർത്ഥ്യമായിരിക്കും. നിങ്ങൾ പ്രണയിക്കുന്ന ആൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാതെയും കോൾ ചെയ്യാതെയും വരുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര വിഷമം തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്ക് അവരോട് ഭയങ്കര പ്രണയമായിരിക്കും. എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായമോ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളോ പങ്കാളിക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് നിങ്ങൾ മാറ്റുന്നുവെങ്കിൽ, നിങ്ങളുടെ അഭിപ്രായം, തിരഞ്ഞെടുത്ത സാധനം മാറ്റുന്നുവെങ്കിൽ നിങ്ങൾക്ക് അവരോട് വല്ലാത്ത പ്രണയമായിരിക്കും. സ്വന്തം ഇഷ്ടങ്ങൾക്ക് മാത്രം വില നൽകാതെ നിങ്ങൾ പ്രണയിക്കുന്ന ആളുകൾക്ക് വില കൽപ്പിക്കുകയും അവരുടെ ഇഷ്ടത്തിന് വില കൽപ്പിക്കുകയും അവരുടെ വികാരത്തെ നിങ്ങൾ മാനിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രണയം യഥാർത്ഥമായിരിക്കും. ഭാവിയിൽ ഒന്നിച്ച് ജീവിക്കാൻ സാധിക്കുമോ, നന്നായി ജീവിക്കാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള ചിന്ത നിങ്ങളെ അലട്ടുന്നുവെങ്കിൽ നിങ്ങൾക്ക് അയാളോട് വല്ലാത്ത പ്രണയമായിരിക്കും. എന്നാൽ പ്രണയനഷ്ടം ഉണ്ടാവുമ്പോൾ, നിങ്ങൾ പ്രണയിച്ച വ്യക്തി ബ്രേക്കപ്പ് ആയി പോകുമ്പോൾ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള സങ്കടങ്ങളും വിഷമങ്ങളും അസ്വസ്ഥതകളും ഒന്നും തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ അയാളെ പ്രേമിച്ചിട്ടില്ല, പ്രണയിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ. ഇനി ചെക്ക് ചെയ്തു നോക്കൂ, നിങ്ങൾക്ക് മറ്റൊരാളോട് തോന്നിയ പ്രണയം യാഥാർത്ഥ്യമായിരുന്നോ എന്ന്. ടേക്ക് കെയർ.